കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ ഷംസീർ. ആന്റണി രാജു MLA അധ്യക്ഷനായി. ചുരുങ്ങിയ കാലം കൊണ്ട് 50,000 പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്നൊരു സംവിധാനമായി ഇത് മാറി. ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ തന്നെ നിന്നിട്ടില്ല സംഗതി പോക്കാണ്. ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ ഒലിച്ചു പോകും. എപ്രകാരമാണോ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത്, അതുപോലെ നിങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയുന്ന ഒരു ഫാക്റ്റാണ്. കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ്. ഇതൊരു ചെറുത്തുനിൽപ്പാണ്. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ചാനലുകളും വിഴുങ്ങാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു പോകാൻ കഴിയണം. തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ തുടങ്ങിയത്. കേബിൾ TV സംസ്ഥാനത്തെ സേവന രംഗത്ത് 35 വർഷം പിന്നിടുന്ന വേളയിലാണ് 14ാമത് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും. കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും MT ഉൾപ്പെടെയുള്ളവർക്കും കൺവെൻഷൻ അനുശോചനം അറിയിച്ചു. തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള വിഷൻ ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി എന്നിവരും കൂടാതെ COAയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു. കൺവെൻഷൻ വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.